മക്കയിലേക്കുള്ള 6 പ്രവേശന കവാടങ്ങളിലും പൊതുസുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കനത്ത പരിശോധനയാണ് നടക്കുന്നത്. ജിദ്ദ മക്ക എക്സ്പ്രസ് വേ, ഹറമേൻ അതിവേഗപാത, തായിഫിൽ നിന്നുള്ള അൽഹാദ, സെൽകബീർ തുടങ്ങിയ റോഡുകളിലെ ചെക്ക് പോയിന്റുകൾ വഴി അംഗീകൃത രേഖയുള്ളവരെ മാത്രമേ മക്കയിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. ഹജ്ജ് അനുമതി പത്രമോ മക്കയിൽ ഇഷ്യൂ ചെയ്ത താമസരേഖയോ കൈവശമുണ്ടാകണം. ഹജ്ജിന്റെ ഇഹ്റാം വേഷത്തിലല്ലാത്ത സ്വദേശികൾക്കും മക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ല. ഹജ്ജ് അനുമതി പത്രം ഓൺലൈൻ വഴി പരിശോധിച്ച് സീൽ ചെയ്ത് നൽകും. ഇഹ്റാം വേഷത്തിൽ ഡ്രൈവ് ചെയ്തു വരുന്ന ചെറിയ വാഹനങ്ങൾ മക്ക അതിർത്തിയിൽ പ്രവേശിപ്പിക്കുന്നില്ല. പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഇവർക്കായി ഹറമിലേക്ക് ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസ് മാർഗം ആഭ്യന്തര ഹാജിമാർ വരുന്നതോടെ ബുഹൈത്ത, ഷുമൈസി ചെക്ക് പോയിന്റുകളിൽ തിരക്ക് വർദ്ധിക്കും. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറഫാ ദിനം വൈകുന്നേരം വരെ മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തും. ഇതോടൊപ്പം മരുഭൂമിയിൽ വാനനിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. അനുമതിയില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിരന്തരം SMS വഴി സന്ദേശം അയക്കുന്നുണ്ട്. പിടിക്കപ്പെടുന്നവർക്ക് നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് ലഭിക്കുക. അനധികൃത ഹാജിമാർ മക്കയിൽ പ്രവേശിക്കുന്നത് തടയാൻ കർശന പരിശോധനയാണ് എല്ലാ ചെക്ക് പോയിന്റുകളിലും നടക്കുന്നത്. നാളെയും മറ്റന്നാളും മക്കയുടെ വിവിധ ഭാഗങ്ങളിലായും പരിശോധന തുടരും. ഷുമൈസിലെ ചെക്ക് പോയിന്റിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1.